ഞാൻ കിച്ചണിലേക്ക് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഓക്കെ അല്ലേ? കുഴപ്പമില്ല ശാലിനി. പക്ഷേ ഈ അരിപ്പത്തിരി, അതല്ലെങ്കിൽ ചപ്പാത്തി, റാഗി ദോശ ഇതൊക്കെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഈ ബദാം പൗഡർ കൊണ്ടുള്ള ചപ്പാത്തി രുചി ഉണ്ടാവോ? നല്ല രുചി ഇതിന്. എനിക്കിത് ഭയങ്കര ഇഷ്ടം. എന്നാലേ ഈ നെയ്യ് പുരട്ടി കഴിച്ചോ. നോ 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 നോ, ഇത്രയധികം നെയ്യോ? ദൈവമേ. ഒലിവ് ഓയിലുണ്ടോ? ഉണ്ട്. നീ അതൊക്കെ എങ്ങനെയാ കഴിക്കുന്ന മോളെ? ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയൊന്നും ഭക്ഷണം കഴിച്ചാ അത് ശരിയാവില്ല. പക്ഷെ എനിക്ക് ഇതാ ഇഷ്ടം. എനിക്ക് കലോറിയുടെ കാര്യത്തിൽ ഭയങ്കര നിർബന്ധം. ഇഫ് യു ഡോണ്ട് മൈൻഡ്, പീനട്ട് ബട്ടർ ഉണ്ടാവോ? അതുകൊണ്ട് മുമ്പൊക്കെ നമ്മുടെ റാമു അനിയും ബ്രെഡില് പീനട്ട് ബട്ടർ പുരട്ടിയിട്ട് ഒരു പീസ് കഴിച്ച് ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങി പോവായിരുന്നു. പക്ഷെ ഞങ്ങളുടെ സീത വന്ന ശേഷം അവർക്ക് ദോശയും ഇഡലിയും പുട്ടും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇപ്പൊ അത് അവർക്കൊരു ശീലമായി. അല്ല ശാലിനി, നിനക്ക് ഇത്രയൊക്കെ ആരോഗ്യമുള്ളതല്ലേ, എന്നിട്ടും വാടകയ്ക്കൊരു അമ്മയെ നോക്കാൻ എന്തിനാ പോയത്? നിന്റെ ശരീരവും ആരോഗ്യവും ഒക്കെ നീ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ. പിന്നെ എന്തായിരുന്നു നിന്റെ കുഴപ്പം? അതെനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കുഴപ്പോ? നിങ്ങളെന്തോ തെറ്റിദ്ധരിച്ചതാ. എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെന്താ നിനക്ക് കുഞ്ഞുണ്ടാവാഞ്ഞേ? കുഞ്ഞുണ്ടാകാഞ്ഞിട്ടല്ല, എനിക്കതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. സി, ഇത്രയും കഷ്ടപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബോഡി ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നശിപ്പിക്കണമെന്നാണോ? കുട്ടികളായ നമ്മുടെ ബോഡി മുമ്പുള്ളതുപോലെ ആവില്ല. മുടി കൊഴിഞ്ഞു പോവും, ഹീമോഗ്ലോബിൻ കുറയും, ഡാർക്ക് സർക്കിൾ ഉണ്ടാവാൻ തുടങ്ങും. അതുമാത്രോ, നടുവേദന, പുറം വേദന, ഓ ഗോഡ്, ഒന്നും രണ്ടും അല്ല. ഒരു കുഞ്ഞിന് വേണ്ടി ഇത്രയൊക്കെ അനുഭവിക്കണം നമ്മള്. അതുകൊണ്ടാ എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വാടകയ്ക്ക് ഒരു അമ്മ എടുത്തത്. എനിക്കെന്തോ അങ്ങനെ തോന്നിയിട്ടില്ല ശാലിനി. പെണ്ണൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാന്ന് പറഞ്ഞാ അതൊരു ബ്ലെസ്സിങ്ങാ. ഈ മെഡിക്കൽ സയൻസിനെ പറ്റി പറയാൻ വലിയ ആളൊന്നുമല്ല ഞാൻ. അത് കാരണം നമ്മുടെ സെൽസും ടിഷ്യൂസും ഒക്കെ റിപ്പയർ ആവുന്നതാണ്. പ്രകൃതി സഹജമായ കാര്യങ്ങളിൽ നിന്ന് നമുക്കെന്ത് പ്രശ്നം ഉണ്ടാവാനാ? അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ പ്രകൃതി അതിനെ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നല്ലോ. നീ എന്തൊക്കെ പറഞ്ഞാലും സീതേ, ഈ ദൈവം ഒരു ചതിയനാ. എനിക്കൊരമ്മയാവണമെന്ന് എത്ര ആഗ്രഹം ഉണ്ടായിരുന്നെന്നറിയോ? ആ ഭഗവാൻ എന്റെ വയറ്റിൽ എന്ത് ദോഷം കണ്ടിട്ടാണോ എന്തോ എനിക്കൊരമ്മയാവാൻ കഴിഞ്ഞതേ ഇല്ല. പക്ഷെ ഈ ശാലിനിക്ക് എല്ലാം ഉണ്ടായിട്ടും ഒരമ്മയാവുന്നതിൽ നിന്ന് അവളായിട്ട് അവളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഹേയ് കമോൺ, പെണ്ണാണെന്ന് കരുതി പ്രസവിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്താ നിങ്ങൾ ഇത്ര ടിപ്പിക്കലായിട്ട് സംസാരിക്കുന്നേ? അമ്മയാകാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണോ? അതൊക്കെ നമ്മുടെ ഒരു ചോയ്സ് അല്ലേ? അതൊരു ഭാഗ്യമാണെന്ന് നമുക്ക് ആ സമയത്ത് മനസ്സിലാവില്ല. അതായാലേ തിരിച്ചറിയാൻ പറ്റൂ. അതാണ് മാതൃത്വം. അമ്മയായിക്കഴിഞ്ഞാ പെണ്ണിന്റെ ശരീരത്തിന് ബുദ്ധിമുട്ടാണ്, അതൊന്നും സത്യമല്ല. പ്രസവശേഷം കൃത്യമായി പരിചരിച്ച നമ്മുടെ ശരീരം എങ്ങനെയായിരുന്നോ അതിലും ഡബിൾ സ്ട്രോങ് ആവും. നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുകയുള്ളൂ. അതെ, നീ സീതയെ കണ്ടോ? സീക്ക് ജന്മം കൊടുത്തില്ലേ? അവള് പ്രസവിച്ചതല്ലേ? എന്നിട്ടും അവൾ എത്ര ഫിറ്റാണ്, സുന്ദരിയാണ്. മീമ മതി. ശാലിനി പറഞ്ഞല്ലോ അവരവരുടെ ഇഷ്ടമെന്ന്. അവരുടെ ഇഷ്ടങ്ങളെ നമ്മൾ ബഹുമാനിക്കണം. ഇത്രമാത്രമാണോ കഴിക്കാറ്? ആക്ച്വലി ഇന്ന് കുറച്ച് കൂടിപ്പോയി.
സച്ച് എ വണ്ടർഫുൾ ബ്രീസ്. എനിക്ക് ഉറപ്പാ ഇതൊരു സൂപ്പർ സ്ഥലമായിരിക്കും അശോക്. ശ്രദ്ധിച്ച്. ഓക്കെ. വാവ്, എന്ത് രസാ ഇവിടെ. അശോക്, ഈ സ്ഥലം അടിപൊളിയാണല്ലോ. ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ അശോക്. താങ്ക് യു സോ മച്ച് ഫോർ ദ സർപ്രൈസ്. ഇതുകൊണ്ടൊന്നും തീർന്നില്ല, ഇനിയും ബാക്കിയുണ്ട്. Your morning tea is ready. Wow, how romantic, അശോക്. അശോക്, നമ്മളെ ആരെങ്കിലും ജീം ടപ്പാക്ക് ഡം ഡം ചെയ്തതാണോ? എന്ത്? ചീൻ ടപ്പാക്ക് ഡം ഡമോ? ആ, മുമ്പ് വൈറലായിരുന്നു. റീൽസ് ഒന്നും കാണാറില്ലേ? ഞാൻ കണ്ടിട്ടുള്ള റൊമാൻറ്റിക് മൂവീസിലൊന്നും ഇങ്ങനത്തെ ഒരു സീൻ കണ്ടിട്ടേ ഇല്ല അശോക്. ഇതൊക്കെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണോ? പെട്ടെന്ന് എന്റെ ഹസ്ബൻഡ് ഇത്ര റൊമാൻറ്റിക് ആയെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാനെങ്ങാനും ചാവാൻ പോവാണോ അശോക്? മിസ് പ്രിയയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. ശ്യാം, can we stop all this please? എന്താ? എന്തു പറ്റി? നിന്റെ മകളെ റാം അന്വേഷിക്കുമെന്ന് പറഞ്ഞ റാമിന്റെ വീട്ടിൽ നമ്മളിങ്ങനെ വന്ന് നിൽക്കുന്നത് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇനഫ് ശ്യാം, എനിക്കിനി ഇവിടെ നിൽക്കാൻ കഴിയില്ല. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. കമോൺ ശാലിനി, റാമും സീതയും നമ്മുടെ മകളെ കണ്ടെത്താൻ അവരുടെ സമയം മാറ്റിവെച്ചതാ. ആൻഡ് മോർ ഓവർ അവരൊക്കെ നല്ല ആൾക്കാരാ, ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നത്. പിന്നെ ആ കുഞ്ഞുമോൾ സിഹി, നിനക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ആരെത്ര സ്നേഹം കാണിച്ചാലും എന്ത് വിരുന്ന് വിളമ്പിയാലും ഇത് നമ്മുടെ വീടാവില്ല ശ്യാം. നമുക്കിത് മറ്റൊരു വീടാ. നമ്മൾ ഇവിടെ അന്യര് തന്നെയാ ശ്യാം. എനിക്കിവിടെ ഒരുപാട് ദിവസം ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. നമ്മൾ അതിന് എന്നും ഇവിടെ നിൽക്കില്ല. 1-2 വീട് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വാ പോയി നോക്കാം. വേഗം ഒരു വീട് ഫൈനലൈസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് മാറണം. സ്നേഹം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് സ്വന്തമല്ലാത്ത ഒരു സ്ഥലത്ത് ഒരുപാട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. എനിക്കും സ്വന്തം വീട്ടിലോട്ട് മാറാനുള്ള ആഗ്രഹമുണ്ട് ശാലിനി. ഇനി മുതൽ ആ വീട്ടിൽ നമ്മൾ മാത്രമല്ല, നമ്മുടെ മകളും ഉണ്ടാവും. അതെന്ത് രസമായിരിക്കും അല്ലേ? മകളെന്ന് പറഞ്ഞ സ്വപ്നം കാണണ്ട ശ്യാം. കണ്ടെത്താൻ പറ്റില്ല. എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് ആലോചിക്കുന്നേ? കണ്ടെത്തും, എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അതിനെല്ലാം മുമ്പേ ആ കോൺട്രാക്ട് പേപ്പേഴ്സ് കണ്ടെത്തണം. പക്ഷെ അതെല്ലാം ആ വീട്ടിലാ ഉള്ളത്. അത് കൊണ്ടുവരണം. പോകുന്നുണ്ടോ? പോയേ പറ്റൂ. ഇവനെങ്ങാനും അങ്ങോട്ട് പോയാ ആ കോൺട്രാക്ട് പേപ്പേഴ്സ് ലഭിക്കും. അതിന്റെ കൂടെ ഞാൻ കള്ളം പറഞ്ഞത് ഇവന് മനസ്സിലാവും. ബട്ട് ആ ചാന്ദിനുള്ളിടത്തേക്ക് ഞാൻ പോവില്ല ശാലിനി. എനിക്ക് മനസ്സിലാവും ശ്യാം, നിനക്ക് അങ്ങോട്ട് പോവാൻ താല്പര്യമില്ല. പക്ഷേ എനിക്ക് പോകാമല്ലോ. കോൺട്രാക്ട് പേപ്പേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോവാതിരിക്കാൻ പറ്റൂ. ആ കോൺട്രാക്ട് പേപ്പേഴ്സിന് വേണ്ടിയെങ്കിലും നമ്മൾ അങ്ങോട്ട് പോയേ പറ്റൂ. നിനക്ക് അങ്ങോട്ട് പോയി അത് കൊണ്ടുവരാൻ വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ പ്ലീസ് ഒന്ന് പോയി വരൂ. ഉറപ്പായിട്ടും ഞാൻ പോയി കൊണ്ടുവന്നോളാം. താങ്ക് യു ശാലിനി. നമ്മൾ കാനഡയിൽ പോകുന്നതിന് മുമ്പ് എല്ലാം ഞാൻ അവിടെ വച്ചിരുന്നു. നന്നായിട്ട് നോക്കണം, അത് അവിടെ തന്നെ കാണും. അതെന്ത് വർത്തമാനം? ഇതെന്താ നിനക്ക് വേണ്ടി മാത്രമാണോ ചെയ്യുന്നത്? അപ്പൊ കുറെ ആളുകളുണ്ടോ? എനിക്കും ജോലിയിൽ നിന്നൊരു ബ്രേക്ക് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നേ, നിനക്ക് വേണ്ടി മാത്രമല്ല ഇങ്ങോട്ട് വന്നത്, ഞാനും ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെയാ വന്നേ. ഇപ്പൊ എനിക്ക് ചെറിയൊരു സമാധാനം കിട്ടി. ഇപ്പോഴാ എനിക്ക് എന്റെ ഭർത്താവ് കുറച്ചൊരു നോർമൽ ആണെന്ന് തോന്നുന്നു.
ഇങ്ങനെയൊക്കെ പെട്ടെന്ന് റൊമാൻറ്റിക് ആയ എന്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റുമെന്ന് കരുതി ഞാൻ ടെൻഷൻ ആവില്ല അശോക്. കുടിക്കട്ടെ? വേണ്ട, ഇപ്പൊ രാഹുകാല അത് കഴിയട്ടെ എന്നിട്ട് കുടിക്കാം. ആക്ച്വലി ഹോട്ടലിൽ കിട്ടുന്ന ചായക്ക് നീ ഉണ്ടാക്കുന്ന ചായയുടെ ടേസ്റ്റ് ഇല്ല. എന്നാലും ഇത് വലിയ കുഴപ്പമില്ല. ഈ ഒരു മൊമെന്റ് എന്ത് രസാണെന്നറിയോ? അവിടെ ലോകത്തിന് വെളിച്ചം കൊടുക്കുന്ന സൂര്യൻ, ഇവിടെ എന്റെ ജീവിതത്തിന് വെളിച്ചം തരുന്ന സൂര്യൻ. ലൈഫിന് ഇതിലും കൂടുതൽ ബ്യൂട്ടിഫുൾ ആവാൻ ഒരിക്കലും കഴിയില്ല അശോക്. താങ്ക് യു സോ മച്ച്. ലൈഫ് ഇതിൽ കൂടുതൽ ബ്യൂട്ടിഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഈ സൂര്യന് ചുറ്റും ഭൂമിയെ പോലെ കറങ്ങിക്കൊണ്ടിരിക്കണം മോളെ. ഇത് ഞാൻ എങ്ങനെ നിന്നോട് തുറന്നു പറയും? കുടിക്ക്. എന്നെങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെയാ? Cheers. യെസ്. മാഡം, ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു. അല്ല, നിങ്ങൾക്കാർക്കും കണ്ണു കാണില്ലേ? ഇവിടെ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ ഡോക്ടർ ഈസ് ഔട്ട്, ഡോക്ടർ വീട്ടിലില്ലെന്ന് എഴുതി വെച്ചിട്ടില്ലേ? പിന്നെയും വന്ന് ഡോക്ടർ എവിടെ എന്ന് ചോദിക്കുന്നത് എന്തിനാ? നോക്ക്, ഡോക്ടർ ഇവിടെ ഇല്ല. പോയിക്കോ. മാഡം മാഡം ഒന്ന് സമാധാനപ്പെട്. എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നേ? ഞാൻ ബോർഡ് കണ്ടതാ. എന്ത് ചെയ്യാനാ? എമർജൻസി. നോക്ക്, ഡോക്ടർ വീട്ടിലില്ലെങ്കിൽ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ഉണ്ടെങ്കിൽ പറ, വലിയ ഉപകാരമാകും. ഞാൻ അവിടെ പോയി നോക്കിക്കോളാം. നോക്ക്, അവരിവിടെ. ശാന്തിനി, രാത്രി ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നില്ലേ, വീടിന്റെ പരിസരത്ത് ആരോ നോക്കി നിൽക്കുന്നുണ്ടെന്ന്? ഞാൻ ഇപ്പോഴാ കണ്ടത്. ആരാ മോളെ അവൻ? എന്തേലും വിവരം കിട്ടിയോ? ആരാന്ന് അറിയില്ല ആന്റി. രാത്രി മുഴുവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നിധിക്ക് കാവല് നിൽക്കുന്ന പോലെ നിന്നെടുത്തുനിന്ന് അനങ്ങിയിട്ടില്ല. എന്നെ ഇവളിപ്പോ കണ്ടിരുന്നോ? ഭാഗ്യം, എന്റെ മുഖം ശരിക്കും ഇവള് കണ്ടില്ലെന്ന് തോന്നുന്നു. എനിക്കാകെ പേടിയായി, അതുകൊണ്ട് പോലീസിനെ വിളിക്കാന്ന് കരുതിയതാ. എന്നാ പിന്നെ ഇവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരാം. അവര് 2 ദിവസം ഈ വീടിന്റെ പരിസരത്ത് വന്ന് നിന്നാ എല്ലാ ശല്യം പിന്നെ തീർന്നോളൂ. നാശം പിടിക്കാൻ എവിടെ പോയാലും എനിക്ക് ഈ പോലീസിന്റെ ബാധ ഒഴിയില്ല. മാഡം, സോറി, നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആയെന്ന് തോന്നുന്നു. ഡോക്ടർ വീട്ടിലില്ലല്ലേ? എന്നാ ശരി. ഹായ് ഭരത്, എടാ സുഖമല്ലേ? ഭരത്, സെറോഗേറ്റ് മദർ സൈൻ ചെയ്ത ഒരു കോൺട്രാക്ട് പേപ്പർ ഉണ്ടായിരുന്നു. അത് കണ്ടുപിടിച്ച് ഞാൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്വേഷണം കുറച്ചുകൂടി എളുപ്പമാവില്ലേ? താങ്ക് യു ഭരത്, താങ്ക് യു സോ മച്ച്. ബൈ. റാം, ഓഫീസിലേക്ക് പോവാതെ ഇവിടെ എന്താ ചെയ്യുന്നേ? ഓ, എന്നെ കുറിച്ചപ്പോ നിനക്ക് സംശയമൊക്കെ തോന്നി തുടങ്ങിയല്ലേ? എന്താ സംശയം ഉണ്ടോന്നോ? അതിനു മാത്രം നിങ്ങൾ എന്താ ചെയ്തു വെച്ചത്? ഒന്നുമില്ല. പച്ചക്കറി വാങ്ങിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. ശാലിനിയാണെങ്കിൽ ഭയങ്കര ഡയറ്റ് കോൺഷ്യസ് അല്ലേ? അവര് ചോദിച്ച ഇൻഗ്രീഡിയൻസ് ഒന്നും അകത്തില്ല, അത് വാങ്ങിക്കാൻ ഇറങ്ങിയതാ. സോ നൈസ്. ഇതാ, അപ്പോ ഇതുപോലെ എല്ലാവരുടെയും കാര്യത്തിൽ നീ കെയർ കാണിക്കോ? നമ്മുടെ വീട്ടിലേക്ക് വന്നവരെ നമ്മൾ വേണ്ട നോക്കാൻ. വാശി കാണിച്ച് നിർത്തിയതല്ലേ അവരെ. നമ്മൾ കാരണം അവരുടെ ലൈഫ് സ്റ്റൈല് മാറാൻ പാടില്ല. പിന്നെ എനിക്ക് പച്ചക്കറി ഷോപ്പിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടാ. നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറിയും ഗ്രോസറിയും ഒക്കെ വാങ്ങുന്നതും, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും, നമ്മുടെ വീട് ക്ലീൻ ചെയ്യുന്നതും, അതൊക്കെയാ ലൈഫിലെ ഏറ്റവും വലിയ ലക്ഷറി എന്നാ ഞാൻ കരുതുന്നത്. സോ നിന്റെ ഈ ലക്ഷറി ലൈഫില് എനിക്കൊരു കുഞ്ഞടം ഉണ്ടാവില്ലേ? നമുക്കെന്നാ ഷോപ്പിങ്ങിന് പോയാലോ? ഓഫീസിലേക്ക് പോവണ്ടേ? അപ്പോ എന്റെ കൂടെ പച്ചക്കറി വാങ്ങിക്കാൻ വരുവാണോ?
ആരോട് സീരിയസ് ആയിട്ട് സംസാരിക്കുമായിരുന്നല്ലോ. ആക്ച്വലി എന്റെ ഫ്രണ്ട് ഇൻസ്പെക്ടർ ഭരതനോടാ സംസാരിച്ചിരുന്നത്. ആ സറോഗേറ്റ് മദർ സൈൻ ചെയ്ത പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ എളുപ്പമായെന്ന് അവൻ പറയുന്നത്. ശ്യാം അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ അവനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യായിരുന്നു. ആക്ച്വലി ശ്യാമിന്റെ വിഷമം കൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സീത. ആ സെറോഗേറ്റ് മദറിന് എന്റെ കയ്യിലെങ്ങാനും കിട്ടണം. അത്രയ്ക്ക് ദേഷ്യമുണ്ട് എനിക്ക് അവളോട് ഇപ്പോ. അതെല്ലാം വിട്. നമ്മൾ എന്തിനാ അവരെ കുറിച്ച് സംസാരിച്ച് മൂഡ് ഓഫ് ആവുന്നത് വെറുതെ. ഓക്കെ ഈ കാര്യം പറഞ്ഞ് നമ്മൾ തമ്മിൽ വഴക്കാവണ്ട. നീ വാ, ലെറ്റ്സ് ഗോ ഫോർ പച്ചക്കറി ഷോപ്പിംഗ് ഡേറ്റ്. പച്ചക്കറി ഷോപ്പിംഗ് ഡേറ്റ്? യാ. ഹലോ ബോസ്, എന്തായി ചെയ്യുന്നേ? കാർ ഡോർ ഓപ്പൺ ചെയ്യുന്നു. പച്ചക്കറി കട ഇവിടെയല്ലേ, നടന്നു പോയാ പോരെ? ഓക്കെ, വരൂ മാഡം. ഷാലു, I'm so glad to see you here. I missed you so much. ആ മോളെ ശാലിനി, സുഖാണോ? സുഖായിരിക്കും. ഷാലു, ഒറ്റയ്ക്കാണോ വന്നേ? ജിജു എന്നോട് ഇപ്പോഴും നല്ല ദേഷ്യത്തിലാ. ഞാനാണെങ്കിൽ ദേഷ്യത്തിനപ്പം ഇറങ്ങി പോവാനും പറഞ്ഞു. നിങ്ങൾ അത് കേട്ട് ശരിക്കും അങ്ങ് പോവുകയും ചെയ്തു. നിങ്ങളൊരു ചെറിയ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന് കരുതി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അല്ല, ഇന്നലെ മുഴുവൻ നിങ്ങൾ എവിടെയായിരുന്നു? നിന്റെ എക്സ് റാമിന്റെ വീട്ടിൽ. വാട്ട്? റാമിന്റെ വീട്ടിലോ? അതെ. ഈ സിറ്റിയില് എനിക്കാണെങ്കിലും നിന്റെ ചേട്ടനാണെങ്കിലും ഇത്രയും പരിചയമുള്ള വേറെ ആരോ ഉള്ളേ? വാവ് ചേച്ചി, ചേച്ചിക്ക് ചേച്ചിയുടെ അനിയത്തേക്കാൾ വലുത് റാമാണല്ലേ? ഹലോ, ഞങ്ങൾ അവിടെ നിൽക്കാൻ വേണ്ടി പോയതൊന്നും അല്ല. ഗണേശോത്സവത്തിന് റാം നിന്റെ ജിജുവിനെ ഒരുപാട് ഇൻവൈറ്റ് ചെയ്തിരുന്നു. പോയില്ലെങ്കിൽ അവർക്ക് വിഷമാകുമല്ലോ എന്ന് കരുതി പോയത്. അവിടെ വെച്ച് അവർക്ക് ഞങ്ങൾ പുതിയ വീട് നോക്കുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കുന്നില്ലെന്ന് മനസ്സിലായി. വേറെ വീട് കിട്ടുന്നത് വരെ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞ് അവർ വല്ലാതെ ഫോഴ്സ് ചെയ്തു. എന്ത് ചെയ്യാനാ, അവസാനം ഇങ്ങനെയൊക്കെ ആയി. ഓ, എങ്ങനെയുണ്ടായിരുന്നു എന്റെ എക്സിന്റെ വീട്ടിലെ അതിഥി സൽക്കാരം? നീ ചെറുതായിട്ടൊന്ന് തടിച്ച പോലെ തോന്നുന്നുണ്ടല്ലോ. നല്ല വിരുന്നായിരുന്നെന്ന് തോന്നുന്നു. ചന്ദിനി, സ്റ്റോപ്പ് ഇറ്റ്. എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല. ഐ ഹേറ്റ് ദാറ്റ് സീത. എന്നിട്ട് മറ്റൊരു വീട് കണ്ടെത്തുന്നത് വരെ റാമിന്റെ വീട്ടിൽ തന്നെ നിൽക്കോ? നിന്റെ അടുത്തുനിന്ന് അത്രേ കേട്ടിട്ട് ഇവിടെ തന്നെ നിൽക്കണമെന്നാണോ? അതെ, ഇനി ഞങ്ങൾ റാമിന്റെ വീട്ടിലായിരിക്കും. പിന്നെ എന്തിനാ നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഉണ്ടായിരുന്നു. അത് ക്യാബേജ് കണ്ടോ റാം? ഒട്ടും ഫ്രഷ് അല്ല. അതെ അതെ അതെ. സീത, എന്തിനാ നീ വെറുതെ വെണ്ടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ച് കളയുന്നേ? ഇവിടെ വേറെ ആർക്കും വെണ്ടയ്ക്ക വാങ്ങിക്കണ്ടേ? സാധനമേമ വെണ്ടയ്ക്ക അടിപൊളിയായിട്ടുണ്ടാക്കും. അതിലെന്തോ മസാല ചേർക്കുന്നുണ്ട് റാം. അതൊന്ന് പഠിക്കണം എന്താണെന്ന്. ഇതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് വേസ്റ്റ് ആവില്ലേ? നീയല്ലേ എപ്പോഴും പറഞ്ഞൊന്നും വേസ്റ്റ് ചെയ്യില്ലെന്നൊക്കെ. എന്നിട്ട് വെണ്ട ഇങ്ങനെ വേസ്റ്റ് ചെയ്താൽ എങ്ങനെ? വെണ്ടയ്ക്ക് ഇങ്ങനെയാണ് റാം എടുക്കുന്നത്. ലോകത്ത് എവിടെ വേണമെങ്കിലും പോയി നോക്കിയോ, ഇങ്ങനെ തന്നെ എടുക്കുന്നത്. വെണ്ട മൂത്ത ടേസ്റ്റ് കാണില്ല. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ? പൊട്ടിച്ചോട്ടോ. ശ്വേതയും സീനും ഒക്കെ വീട്ടിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാറില്ലേ പതിവ്? അതാ ഇങ്ങനെ ആയത്. വിട്ടുരാമൻ. ഹലോ, ഞാനത്ര വിഡ്ഢിയൊന്നുമല്ല. എനിക്കും പച്ചക്കറിയൊക്കെ മേടിക്കാൻ അറിയാം. ഓ, ആണോ? ആ, വേണമെങ്കിൽ കണ്ടോ, ഞാൻ ഷോപ്പ് ചെയ്ത് കാണിച്ചു തരാം. എന്താ ഇപ്പൊ വേണ്ടത്? നിങ്ങൾക്കറിയാലോ. ഓക്കെ.
റാം എന്തായി ചെയ്യുന്നേ? പാകമായോ ഇല്ലേ നോക്കുക. അങ്ങനെ പൊട്ടിച്ചു നോക്കാൻ പാടില്ല, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതെങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുക? ഉണ്ടാവണം. ഞാൻ എടുത്തു തരാം, കണ്ടുപിടിച്ചോ. ശാലിനിക്ക് ഞാൻ ഇന്ന് ഇലയും പച്ചക്കറിയും കായും ഒക്കെ ഇട്ട് നല്ലൊരു കറി വെച്ച് കൊടുക്കും. നല്ല രുചിയായിരിക്കും, നോക്കിക്കോ. അവളെന്തോ ഒരു ഡയറ്റ് ഫുഡ് പറഞ്ഞിരുന്നല്ലോ, ആൽമണ്ട്, ചപ്പാത്തി, റോൾ ഡോട്ട്സ്, ബീറ്റ ബ്രെഡ് എന്നൊക്കെ. കേൾക്കുമ്പോ തന്നെ വെറൈറ്റി പേരാണല്ലേ. ഡയറ്റ് ആണെന്ന് കരുതി രുചിയില്ലാത്ത ഭക്ഷണം കഴിക്കണ്ട. ഈ പച്ചക്കറിയിലും ഇലക്കറിയിലും ഒക്കെ എന്തോരം വൈറ്റമിൻസ് ഉണ്ടെന്ന് അറിയോ? നല്ല രുചിയും ഉണ്ടാവും. അത് സത്യമാണ് സീത. അതിന്റെ കൂടെ നിന്റെ കൈകൊണ്ടുണ്ടാക്കി എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ശാലിനി അഡിക്റ്റ് ആയി പോവും. ഷീൽ ബി താങ്ക്സ്ഫുൾ ടു യു. റാം പച്ചക്കറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ചോളപ്പൊടിയും റാഗിപ്പൊടിയൊക്കെ വാങ്ങിക്കണം. വീട്ടിലുള്ളത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ശാലിനി എന്തോ പറഞ്ഞിരുന്നില്ലേ, എന്തൊരു ഡയറ്റ് ഫുഡ്, അതും വാങ്ങിയിട്ട് പോവാം. ഞാനുണ്ടാക്കുന്ന ഭക്ഷണം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഓക്കേ ബോസ്. എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? കുറെ നേരമായിട്ട് ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓഫീസിൽ കാര്യാ? ഒന്നുമില്ല, കോൺട്രാക്ട് പേപ്പേഴ്സ് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് മെസ്സേജ് ചെക്ക് ചെയ്യായിരുന്നു ഞാൻ. എന്തായോ എന്തോ. എന്നിട്ട് കിട്ടിയോ? നോ അപ്ഡേറ്റ് സീത. അവര് ചാന്ദിനിയുടെ വീട്ടിലേക്ക് പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. എന്നാലും സീത, അവളുടെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവർ പിന്നെ എങ്ങനെയാ സമാധാനത്തോടെ ഇരിക്കുക? അതായത് ഇപ്പൊ നമ്മുടെ സിഹ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതെങ്ങനെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും? നീ പറ. ഇമാജിൻ ചെയ്യേണ്ട ആവശ്യം എന്താണ് റാം? സിഹി നമ്മളിൽ നിന്ന് ഒരിക്കലും അകന്നു പോവില്ല. അതുപോലെ ശ്യാമിന് നഷ്ടപ്പെട്ട അവരുടെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചും കിട്ടും. നീ റിലാക്സ് ആയിട്ടിരിക്കെ. ഐ ഹോപ്പ് സോ സീത.